123 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ. ഹാഗർ തന്റെ പൈതലുമായി ബർഷേബ മരുഭൂമിയിൽ നിസ്സഹായമായ അവസ്ഥയിലായിരിക്കുകയാണ്. അബ്രഹാം കൊടുത്തുവിട്ടതെല്ലാം തീർന്നപ്പോൾ ഇതാ അതേ നല്ല യജമാനനായ സ്വർഗത്തിലെ സർവശക്തനായ ദൈവം ഹാഗറിന് വേണ്ടി, തന്റെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ ആരും സഹായിപ്പാൻ ഇല്ലാതെ ഇരിക്കുന്ന ഇടത്തേക്ക്, ആരും ആമെ പ്രവർത്തിപ്പാൻ കഴിയാത്ത ഇടത്തേക്ക് ഇതാ അവൾക്ക് വേണ്ടി, തന്റെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവകളെ ഒരുക്കി കൊടുത്തതുപോലെ തങ്ങളുടെ ഏതാവശ്യമോ ആ ആവശ്യത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമെന്നാണ് ഈ വചനങ്ങളിലൂടെ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. അനേകര് തങ്ങളുടെ തലമുറകളെ ഓർത്ത് വ്യത്യസ്തമായ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ട്. അതെ, ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കന്മാരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നാളുകളിൽ പ്രവർത്തിക്കും. അത് ആർക്കും അടയ്ക്കാതെ വേണം തുറക്കുന്ന, ആർക്കും തുറക്കാതെ വേണം അടയ്ക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ തുറക്കും. വിശ്വസിക്കുക. മരുഭൂമിയിൽ അതേ നീരുറവുകളെ തുറക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.